പൂവത്തിങ്ങിലെ ആ നിങ്ങൾക്ക് പറ്റുമെങ്കിലുള്ള ഇവൻ്റെ എല്ലാ ചാനലുകളും നിങ്ങളെല്ലാ ചാനലുകളും കൂടെ ഇവൻ്റെ വാർത്ത ജീവി കൊടുക്കണം, ചാനൽ കൊടുക്കണം ഇവൻ്റെ വാർത്ത. അവൻ്റെ അമ്മായിമ്മല്ല, അവൻ്റെ ആ പെണ്ണിൻ്റെ കൈയെല്ലാം പൊളിച്ച് വീടിന് വീട്ടിലെടുത്തുകൊണ്ട് ആ പുള്ളിക്കാരത്തെ ആത്മഹത്യ ചെയ്ത് കേട്ടോ, ആ പെണ്ണ് കേട്ടോ. കോട്ടയം ഏറ്റുമാനൂർ ജിസ്മോളുടെയും 2 കുട്ടികളുടെ ആത്മഹത്യ, ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഈ വാർത്ത ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് കാണുകയും ഒരുപാട് സംശയങ്ങളാണ് ആ പറയുന്ന പെൺകുട്ടിയുടെ ആത്മഹത്യയോട് അനുബന്ധിച്ചിട്ടാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. പല കാര്യങ്ങളും പലതിനും നേരെ വിരൽ ചൂണ്ടുന്നതും പല ദുരൂഹതയും ഈ പറയുന്ന ആത്മഹത്യക്ക് പിന്നിലുണ്ട് എന്ന ചർച്ചകളൊക്കെ നടക്കുന്നതും ഒരുപാട് പേര് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതും കാണാനിടയുണ്ടായിരുന്നു. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാത്തതിൻ്റെ കാരണം തന്നെ, ഒരു ആ അമ്മ തൻ്റെ പറക്കം പറ്റാത്ത 2 കുട്ടികളും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ആ മാനസികാവസ്ഥ എന്തായിരിക്കും? ആ ഒരു വിഷയത്തെ അല്ലെങ്കിൽ ആ മാനസികാവസ്ഥയെ ഒരു കണ്ടന്റ് ആക്കാൻ ഒട്ടും തന്നെ താല്പര്യപ്പെടാത്തതുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാഞ്ഞത്. എന്നാൽ ഇന്നലെ ആ പറയുന്ന ജിസമോളുടെയും 2 കുട്ടികളുടെയും സംസ്കാര ചടങ്ങ് നടക്കുന്ന സമയത്ത് അവരെ അതിലേക്ക് നയിച്ച അമ്മായിയമ്മയും ഭർത്താവും വന്നിട്ട് ഒരുപാട് അഭിനയങ്ങൾ അവിടെ കാഴ്ചവെക്കുന്ന കാണാനിടയുണ്ടായിരുന്നു. അവരുടെ ആ അഭിനയത്തിന് കൂടെ നിൽക്കാൻ ഒരുപാട് പേര്, വെള്ളം കൊടുക്കാൻ, പിടിച്ചെണീപ്പിക്കാൻ, അങ്ങനെ ഒരുപാട് നാടകങ്ങളാണ് നമ്മൾ അവിടെ കാണാനിടയുണ്ടായിരുന്നത്. ഇത് കണ്ടപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ജിസ്മോളുടെ ഈ ആത്മഹത്യയിൽ ഒരുപാട് ദുരൂഹത സത്യത്തിൽ ഏതൊരു വ്യക്തിയും ഈ ന്യൂസിനെ കുറിച്ച് കേട്ടാലോ അല്ലെങ്കിൽ ഈ വിഷയത്തെ ഫോളോ ചെയ്താലോ അവരുടെ മനസ്സിലുണ്ടാകും. കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന CCTV ഒരുപാടുള്ള സ്ഥലത്ത് അതിലെയാണ് ഈ പറയുന്ന ആറ്റിലേക്കുള്ള യാത്ര ചെയ്ത പോലും. എന്നാൽ CCTVയെ കുറിച്ചൊന്നും ഒരാൾക്കും ഒരു അറിവുമില്ല. അതേപോലെ തന്നെ ഈ പറയുന്ന ആറ്റിൽ ചാടി മണിക്കൂറുകൾക്കകം തന്നെ അവരുടെ മൃതദേഹം പൊന്തി വന്നു എന്നാണ് പറയുന്നത്. ഒരാൾ ആറ്റിൽ ചാടുകയോ ജീവൻ അതിൽ വെച്ച് നഷ്ടപ്പെടുകയോ ചെയ്താൽ അതിനൊരു സമയമുണ്ട് ആ ശരീരം മുകളിലേക്ക് ഉയർന്നു വരണമെങ്കിൽ. അപ്പോൾ ഒരുപാട് പേര് പറയുന്നത് ഇവരെ ഒന്നിങ്ങൽ ഈ പറയുന്ന പോലെ തന്നെ ജീവൻ എടുത്തതിന് ശേഷം അവിടെ കൊണ്ട് ഉപേക്ഷിച്ചതായിരിക്കാം. അങ്ങനെ ഒരുപാട് സംശയങ്ങൾ പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ ഈ പറയുന്ന അമ്മായിമ്മയുടെയും അതേപോലെ തന്നെ ഈ ഭർത്താവിൻ്റെയും പേരിൽ ഒരുപാട് അലിഗേഷൻസ് എന്ന് വെച്ചാൽ ഈ പറയുന്ന ജിസമോൾ എന്ന് പറയുന്ന ലേഡി അനുഭവിച്ചിട്ടുള്ള ആ കുടുംബത്തിൽ നിന്നും അവർ മാനസികവും ശാരീരികവുമായി അനുഭവിച്ചിട്ടുള്ള അവസ്ഥകൾ, അനുഭവങ്ങൾ അവർ സുഹൃത്തിനോട് പറഞ്ഞത് റിപ്പോർട്ട് ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അയൽവക്കത്തുള്ള ഒരു അമ്മച്ചി വന്നിട്ട് പറയുന്നതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യം തന്നെ ഈ പറയുന്ന സംസ്കാര ചടങ്ങിൽ ഈ പറയുന്ന നാടകങ്ങൾ, ആ നാടകത്തിന്റെ ചില ക്ലിപ്പുകൾ നമുക്ക് കാണാം. തുടർന്ന് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ അടയാളപ്പെടുത്താനും ഇതിൽ പ്രതികരിക്കാനും ശ്രമിക്കണം. കാരണം എന്താ വെച്ചാൽ ഇനി ഇതുപോലെ മറ്റൊരു ജിസമോൾ ഉണ്ടാകാതിരിക്കട്ടെ. കാരണം ഇതുപോലെ ഒരുപാട് സ്ത്രീകളായി ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ സ്ത്രീധനത്തിന്റെ പേരിൽ, നിറത്തിന്റെ പേരിൽ, അതേപോലെ തന്നെ സംശയരോഗം കൊണ്ടും അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ജീവൻ എടുക്കേണ്ടി വന്നത്. ഇന്ന് ആ ലേഡിക്കൊപ്പം 2 കുട്ടികളും കൂടി ആ ജീവൻ എടുക്കേണ്ട അവസ്ഥ വന്നു. എന്തുകൊണ്ടാണ് ആ ജിസമോള് എന്തുകൊണ്ടാണ് കുട്ടികളെയും കൂടി ഇതിലേക്ക് കൊണ്ടുപോയത്, അല്ലെങ്കിൽ ജീവൻ എടുക്കാൻ നേരത്തെ ആ കുട്ടികളെയും കൂടി കൊണ്ടുപോയത് എന്നതിനെ കുറിച്ച് നമുക്ക് അവസാനം സംസാരിക്കാം. ആദ്യം തന്നെ ഈ പറയുന്ന നാടകങ്ങളിലെ ചില രംഗങ്ങൾ നമുക്ക് കണ്ടുനോക്കാം. ഈ പറഞ്ഞ ജിസ്മോളുടെ അമ്മായിമ്മയുടെ നാടകം എന്ന് തന്നെ എനിക്ക് പറയാൻ തോന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഇപ്പം ഈ വന്ന് ഈ കുഴഞ്ഞു വീഴുന്നു, തളർന്നു വീഴുന്നു, തലയിറങ്ങി വീഴുന്നു, ആൾക്കാർ പിടിച്ചെണീപ്പിച്ച് കാറി കൊണ്ടുപോകുന്നു. ഇതൊക്കെ എന്ന് വെച്ചാൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ളൊരു തന്ത്രം അല്ലെങ്കിൽ ഒരു നാടകം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇവർ ഈ പറയുന്ന പെൺകുട്ടിയോട് ചെയ്തത് എന്തൊക്കെയാണെന്ന് ഇപ്പോൾ പലരും വന്ന് പുറത്ത് പറയുന്നുണ്ട്. നിറത്തിന്റെ പേരിലും സ്വത്തിന്റെ പേരിലും ഒക്കെ ഒരാളുടെ ജീവൻ എടുപ്പിക്കുന്നുണ്ടെങ്കിൽ, സത്യം പറഞ്ഞാൽ ഇപ്പൊ ആത്മഹത്യ ചെയ്താണെങ്കിൽ പോലും, അല്ലെങ്കിൽ സ്വയം പോയി ആത്മഹത്യ ചെയ്തു എന്ന് വന്നാൽ പോലും അത് വെറും ഒരു ആത്മഹത്യയായിട്ട് മാത്രം തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല. ഇതിനെക്കുറിച്ച് പറയുന്നതിനേക്കാളും മുമ്പേ നമുക്ക് ഈ പറയുന്ന ഭർത്താവിന്റെ അടുത്ത നാടകത്തെ കുറിച്ചൊന്നും കാണാം. കാരണം അമ്മയും ഭർത്താവും ഒക്കെ വന്നിട്ടുള്ള അഭിനയം, അമ്മായിയമ്മയും ഭർത്താവും ഒക്കെ വന്നിട്ട് സ്ക്രിപ്റ്റ് ആയിട്ട് വന്നാണെന്നാണ്. എന്തായാലും അവർ കാണിക്കുന്ന അടുത്ത ആ ഒരു ക്ലിപ്പ് കൂടി കണ്ടതിന് ശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. അതെ, നൊന്തു. നിന്നെ കിട്ടിയത് കൊണ്ട് എനിക്ക് എൻ്റെ സഹോദരിമാരെ ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന്
പലതവണ അവളോട് പറഞ്ഞുവെന്ന് പിതാവും സഹോദരനും വെളിപ്പെടുത്തുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് പൊട്ടിക്കരഞ്ഞ് അവശനായി കുറ്റബോധം നിഴലിക്കുന്ന മുഖവുമായി നിൽക്കുന്ന ജിമ്മിയെയാണ്. ജിമ്മി, ഇവനെ ജിമ്മി എന്നൊന്നല്ല വിളിക്കണ്ട, അക്ഷരം തെറ്റാണ് വേറെ പലതും വിളിക്കണം. അത് ഞാൻ അവസാനം വെക്കുന്ന വീഡിയോയിൽ ആ അമ്മച്ചി കൃത്യമായിട്ട് ഇവൻ എന്താണ് വിളിക്കേണ്ടത് അത് വിളിക്കുന്നുണ്ട്. ഇവനെ ഉടനെ അറസ്റ്റ് ചെയ്യുന്നൊക്കെയാണ് കേൾക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവന്റെ പേരിൽ ഒരുപാട് അലിഗേഷൻ ഉണ്ട്. ഈ പറയുന്ന ജിസ്മോൾ ഇപ്പോൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മെയിൻ കാരണം ഇവനും ഇവന്റെ അമ്മയുമാണ്. സത്യത്തിൽ ഇപ്പൊ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആത്മഹത്യയാണെന്ന് തോന്നുന്നു. ഒരാൾ തന്റെ ജീവൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് പ്രേരിപ്പിച്ച ആൾക്കാർ സത്യം പറഞ്ഞാൽ ആ ജീവൻ എടുക്കാൻ കാരണമായവരാണ്. അപ്പൊ അവർ കൊലപാതകങ്ങളാണ്. ഇനി ജിസമോൾ എന്തുകൊണ്ടാണ് ഈ 2 കുട്ടികളെയും കൂടി കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരമുള്ളൂ. ഇപ്പൊ റിപ്പോർട്ട് ചാനലിൽ ജിസമോളുടെ കൂട്ടുകാരി വന്നിട്ട് പറയുന്നുണ്ട് ഈ കുട്ടികളെ പോലും 2 പേരും നിറത്തിന്റെ പേരിൽ വേർതിരിച്ച് കാണുന്നുണ്ട്. കാരണം മൂത്ത കുട്ടി കുറച്ച് കളർ കുറഞ്ഞിട്ടും ഇളയ കുട്ടിക്ക് കുറച്ച് കളർ ഉള്ളതും കൊണ്ടാണെന്ന് തോന്നുന്നു. മൂത്ത കുട്ടിയെ പലരും ഒഴിവാക്കി നിർത്തുന്നു, ഇളയ കുട്ടിയെ ഇഷ്ടമാണെന്ന് പലരും പറയുന്നത്. സുഹൃത്തിനോട് ഈ ജിസമോൾ ഇത് ചോദിക്കുമ്പോൾ സുഹൃത്ത് പറയേണ്ടത് ഇളയ കുട്ടീനെ കുറച്ചും കൂടി ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ജിസമോൾ ചോദിക്കുന്നുണ്ട് നീയും എൻ്റെ കുട്ടിയെ ഈ നിറം വെച്ചിട്ടാണോ പരിഗണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം അവർ അത്രത്തോളം അനുഭവിക്കുന്നുണ്ട് ആ കുടുംബത്തിൽ, വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അനുഭവം ഇനിയും തൻ്റെ മക്കൾ, താനില്ലാണ്ടാക്കിയാൽ തൻ്റെ മക്കൾ ഇതിലും മേലെ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള തോന്നൽ കൊണ്ടായിരിക്കില്ലേ ആ അമ്മ മരിക്കാൻ പോയപ്പോൾ കുട്ടികളെയും കൂടി കൊണ്ടുപോയി. അവരുടെ ഒരു അവസ്ഥ ചിന്തിച്ചു. അത്രത്തോളം കഴിയാത്തതുകൊണ്ടായിരിക്കുള്ളൂ അവർ അങ്ങനത്തെ ഒരു കടുങ്കൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും പലരും പറയുന്നത് അവർ ആത്മഹത്യ ചെയ്തല്ല, അവരെ ജീവൻ എടുത്തതിന് ശേഷം അവരെ ആറ്റിക്കളഞ്ഞതാണ് അല്ലെങ്കിൽ ആറ്റിൽ കൊണ്ട് ഇട്ടതാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അത് എന്തായാലും തെളിഞ്ഞേ പറ്റുള്ളൂ. ഇതിന് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം. ഇനി ആത്മഹത്യ ചെയ്താണെങ്കിൽ പോലും ഈ പറയുന്ന അമ്മായിമ്മയുടെയും ഭർത്താവിൻ്റെയും പേരിൽ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ എടുക്കണം. ഇങ്ങനെയുള്ള നിയമ നടപടികൾ എടുത്തിട്ട് ഇതൊരു ഉദാഹരണമായാൽ മാത്രമേ ഇനി ഇതുപോലെ മറ്റൊരാളും ഇല്ലാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഇനിയും ഒരുപാട് പേര് ഇതുപോലെ ഓരോരുത്തരായിട്ട് നമ്മുടെ കൺമുന്നിൽ നമുക്ക് കാണേണ്ടി വരും. ഇപ്പോൾ നമ്മൾ പലയിടത്തും കാണുന്ന നാളെ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് കാണും, അപ്പോഴേ നമ്മൾ പഠിക്കുള്ളൂ എന്ന് വാശി ആരും പിടിക്കാതിരിക്കുക. അതേപോലെ തന്നെ ഈ പറഞ്ഞ അയൽവക്കത്തുള്ള അമ്മച്ചി പറയുന്നവ കേൾക്കാം. ഈ പറഞ്ഞ ജിസമോൾ കരയുന്നത് വരെയും അവർ കേട്ടിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് ഈ വിഷയത്തെക്കുറിച്ചും എന്താണ് അവർക്ക് പറയാനുള്ളത് നമുക്ക് കേട്ടു നോക്കാം. അനാഥ മന്ത്രിയും കൊണ്ട് ഇറച്ചി മതി മോനെ, വല്ല മരത്തിനും കൊണ്ട് ഇറച്ചിയായിരുന്നു. അത് അന്ന് ചത്താലും ഉണ്ടല്ലോ മനുഷ്യർ ആ പിള്ളേരെ വല്ലതും കൊണ്ട് ഇറച്ചിയും പോരായിരുന്നു. എന്നെ എനിക്ക് വലിയ എനിക്കും 2 പിള്ളേരുണ്ട്. ഇപ്പം 2 പെൺപിള്ളേരല്ലേ മോനെ. അത് ചെയ്ത് എന്നെ ചെയ്ത് ആ പെണ്ണ് വിദേശം മതിയായിരുന്നു. ആ ചെയ്ത് കഷ്ടമായി പെണ്ണ ചെയ്ത് 2 പിള്ളേരെ. ചേച്ചിക്ക് അവരെ നേരത്തെ പരിചയമുണ്ടോ? പിള്ളേരെയൊക്കെ പരിചയമുണ്ടോ? എനിക്ക് പരിചയമുണ്ട്. അത് ആര് വെച്ചാൽ ഞാൻ പറയും. അമ്മായി എപ്പോഴും ഉണ്ട് ആ പെണ്ണും ആ പിള്ളേരും കൂടെ. ഞാനിത് വന്ന് ചിലപ്പോൾ കെട്ടിയതിൻ്റെ ഉദരം കാണും. എനിക്ക് ഞാൻ 2 പ്രസവിച്ചു, എനിക്ക് 2 പെൺമക്കളുള്ള ഒരിക്കലില്ലാത്ത അമ്മായിമ്മ അതിൻ്റെ കൈയൊക്കെ പൊളിച്ചതാണ് പറയുന്നത്. അതിൻ്റെ വീട് തെളിഞ്ചവരെങ്ങാണല്ലേ. എന്നിട്ട് അതേ വേണ്ടിയിട്ട് എണ്ണ ഒന്നിലും എന്താ 2 പെമ്പിടയില്ല കുഞ്ഞിട്ട് ഒരു 2 വയസ്സുള്ള 5 വയസ്സുള്ള വെച്ച് അമ്മാനെ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഒരിക്കലും നമുക്ക് നിങ്ങൾക്ക് പിള്ളേരുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കൽ സഹിക്കില്ല. ഞാൻ പറഞ്ഞിരിക്കാം ഇവിടെ അമ്മായിമ്മ ആദ്യം തല്ലിക്കൊള്ളണം അവളെ. ആ കൂടെ ഞാൻ നിൽക്കാം, തീ പിള്ളേർ ഞാനും ആ കൂടെ ഞാൻ നിൽക്കും. എനിക്ക് 2 പിള്ളേരുള്ള അവൾ ഒരിക്കലും ചെയ്ത അവൾ തെറ്റാണ് ചെയ്തത്. എനിക്കുള്ള 2 വയസ്സുള്ള കൊച്ചെന്ന് പറഞ്ഞാൽ മാനെ പിള്ളേർക്കെല്ലാം അറിയാം മാനെ. 5 വയസ്സിനെ കഴിഞ്ഞ കൊണ്ട് ആക്കിയിരുന്നു. അവർക്ക് വന്നാൽ പിന്നെ പിള്ളേർ അനാഥ വന്നപ്പോൾ കൂടെ പിള്ളേർ നിർത്താൻ പോലെ. കേട്ടില്ല, ജസമോളുടെ നാട്ടിലുള്ള ഒരു അമ്മച്ചി അല്ലെങ്കിൽ അയൽവക്കത്തുള്ള ഒരു അമ്മച്ചിയാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത്. കാരണം എല്ലാവരും പറയുന്നു ഈ പറയുന്ന അമ്മായിമ്മക്കും ഈ പറയുന്ന മകനുക്കും എതിരെയാണ്. കൈപൊള്ളിച്ചെന്നും ഒന്ന് അമ്മായിമ്മ പോര് എന്നൊക്കെ പറഞ്ഞ നമ്മ കേട്ടിട്ടുള്ളൂ. ഇന്നും അതിലൊരു വ്യത്യാസം വന്നിട്ടില്ല. അതെന്തുകൊണ്ട് വ്യത്യാസം വന്നിട്ടില്ല? അതിന് ഒറ്റ ഉത്തരമുള്ളൂ. ഇതുപോലെ ചെയ്യുന്നവരെ, ഇതേപോലെ പോരെടുക്കുന്നവർക്കെതിരെ ഒരു തരത്തിലുള്ള നടപടികൾ നമ്മുടെ നാട്ടിൽ എടുക്കുന്നില്ല എന്നത് തന്നെയാണ്. അങ്ങനെ എന്തെങ്കിലും എടുത്തിരുന്നെങ്കിൽ ഇപ്പം ഈ പറയുന്ന അമ്മായിമ്മ പോരൊന്നും ഉണ്ടാകൂല. ഈ ജനറേഷനിൽ ഇന്നും ഈ പറയുന്ന പോലെ തന്നെ ഈ അമ്മായിമ്മ പോര് കാരണം ഓരോ പെൺകുട്ടികളും, മറ്റൊരു കുടുംബത്തിലെ രാജകുമാരി വേറൊരു കുടുംബത്തിലെ വേലക്കാരിക്കുള്ള അപ്പോയിൻമെന്റ് ഓർഡറുമായിട്ടാണ് ഭാര്യ എന്ന് പറഞ്ഞ് കയറി ചെല്ലുന്നു എന്ന് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതും അതേപോലെ തന്നെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ലേഡി ആത്മഹത്യ ചെയ്തൊരു വിഷയത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. അത് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നുള്ളൂ. സ്വന്തം വീട്ടിലെ കോടീശ്വരി അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ രാജകുമാരിയാണ് മറ്റൊരു വീട്ടിലെ വേലക്കാരിയുടെ അപ്പോയിൻമെന്റ് ഓർഡറുമായി കയറി ചെന്നിരിക്കുന്നത്. അവിടെ നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന ക്രൂരതകൾ സഹിക്കാൻ കഴിയാണ്ടാകുമ്പോൾ ഒടുക്കം ജീവൻ എടുക്കുന്നു. ഇതിൽ സത്യം പറഞ്ഞാൽ ജിസമോളുടെ കുടുംബക്കാർക്കും ഒരു പങ്കുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ഈ പറയുന്ന അമ്മച്ചി പറയുന്ന കുറച്ചുകൂടി കേട്ടു നോക്കാം. എനിക്ക് പിന്നെ അത് പുറത്ത് തന്നെ അറിയാം. അത് പുറത്ത് കാണുന്നത് വെച്ചാൽ അത് മടിച്ചിട്ട് പിന്നെ പിള്ളേർ ചോദിച്ചിരുന്ന അമ്മായിമ്മ പിന്നെ അതിനും പോയി കിടക്കും.
അതിൻ്റെ കെട്ടിയതിനും കുഴപ്പമുണ്ട്. ഇല്ലേ പിന്നെ അയാൾ തെളിവായിട്ടുണ്ടെങ്കിൽ തള്ളകത്ത് അയാൾ ജോലി അയാൾക്കും കൂടെ മനസ്സിലായില്ലാതെ ഈ കാര്യം നടക്കിയെന്നുള്ളത് എനിക്കറിയാം. അത് ഏത് കോടതിയിൽ ഞാൻ ചെന്ന് പറയും. എൻ്റെ ജാതി പെണ്ണ എൻ്റെ പെണ്ണിൻ്റെ 3 ഈവൻ്റാണ് ഒരുമിച്ച് പോയിരിക്കുന്നത്. ഇന്ന് ആത്മഹത്യ ഇന്ന് ആ പെണ്ണിൻ്റെ ഒരു 3 കുഴി, ഒരു കുഴിക്കകത്ത ഒരു 3 ഇടം കൊടുക്കില്ല. ഒന്നും ഓർത്ത പിള്ളേരാണ് കിടക്കുന്നുള്ളൂ. നിങ്ങൾ ഓർത്താൽ നിങ്ങൾക്ക് അമ്മയും മക്കളും പെങ്ങന്മാരൊക്കെ ഉണ്ട്. നിങ്ങൾ ആരെക്കൊണ്ട് നിങ്ങൾ അറിയാം. അമ്മയും പെങ്ങന്മാരും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വെറുതെ വിടില്ല. നിങ്ങൾ ചാനലിൽ ഇങ്ങനെ വീഡിയോ എടുത്താൽ പോരാ അറിയാം. അത് ഒരിക്കലും നിങ്ങൾ അതിൻ്റെ കൂട്ടിരിക്കണം. നിങ്ങൾ ചാനലും കൊണ്ട് ഇങ്ങനെ ടി വിക്കകത്ത് വാർത്ത മാത്രം കാണിച്ചാൽ പോരാ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരെ പ്രതികരിക്കാൻ കേട്ടില്ലേ? ഈ പറയുന്ന അമ്മച്ചി പറയുന്ന പോലെ തന്നെ വെറുതെ ചാനലിൽ നിന്ന് ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഒരു ഗുണമില്ല എന്നതുകൊണ്ടാണ് ഞാൻ മുമ്പ് ഈ വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്യാഞ്ഞത്. പക്ഷെ ഇപ്പം ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന കുടുംബത്തിലെ എന്ന് വെച്ചാൽ ഈ പെൺകുട്ടി ജസ്നമോളും 2 കുട്ടികൾ ആത്മഹത്യ ചെയ്യാൻ കാരണമായവരുടെ നാടകം കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കണം തോന്നിയതുകൊണ്ട് ചെയ്തതാണ്. എല്ലാവരും ഉള്ളിൽ പിടയുന്ന ഒരു രംഗമാണ് സത്യം പറഞ്ഞാൽ. ഈ പറയുന്ന 2 കുട്ടികളെയും ആ അമ്മയും കൂടി ഒരു കുഴിയിൽ തന്നെ അടക്കുന്ന രംഗങ്ങളൊക്കെ നെഞ്ചു പിടയുന്ന രംഗമാണ്. സങ്കടത്തോടെ അല്ലാതെ ഒരാൾ കാണാനോ ചിന്തിക്കാനോ കഴിയാത്തൊരവസ്ഥയാണ്. അപ്പം അതിന് കാരണക്കാർക്ക് ഇനി എന്താണ് ലഭിക്കാൻ പോകുന്നത്? എന്ത് ശിക്ഷയായിരിക്കും ലഭിക്കുന്നത്? അതെന്തായാലും കണ്ടറിയുക തന്നെ ചെയ്യണം. ഇനി അവർക്കുള്ള മറുപടി കൃത്യമായിട്ട് ഈ അമ്മച്ചി പറയുന്നുണ്ട്. അതും കൂടി ഒന്ന് കേട്ടു നോക്കാം. അവളെ എൻ്റെ കൈക്കിട്ടുള്ള മണം ഇരിക്കാൻ പിള്ളേരില്ല. 10 മാസം തന്ന പുസ്തകത്തിന് എൻ്റെ പെണ്ണൊക്കെ അടുത്തുള്ളൂ. ആണുങ്ങൾ മണ്ടക്കെട്ട് കയറിക്കൊണ്ട് മക്കളെ ഉണ്ടാക്കിയാൽ മതി അറിയാമോ. ഈ പെണ്ണുങ്ങളുടെ 10 ദിവസം പ്രസവിക്കുന്ന കാര്യം പെണ്ണൊക്കെ വിഷമമായിട്ടുള്ളൂ. നിങ്ങൾക്ക് ചാനലാണെങ്കിലല്ല അവിടെ ആദ്യം അവിടെ കെട്ടിയത് അവിടെ അമ്മായിമാർ തല്ലിപ്പറിക്കും നിങ്ങളാ. ആ കൂടെ ഞാൻ നിങ്ങളോട് വരാം അറിയാമോ. എനിക്ക് ഞാൻ എൻ്റെ മക്കളെ 2 പേരും പെണ്ണുങ്ങളെ കെട്ടിച്ച് വിട്ടാം. 10 മാസം തന്ന പ്രസവിക്കുന്ന മേലിനുള്ള പെണ്ണൊക്കെ അടുത്തുള്ളൂ. ആണുങ്ങൾ ഇമ്മാ പെണ്ണുങ്ങളുടെ മട്ടക്കെട്ട് കയറി കിടച്ചാൽ മതി അറിയാമോ. അത് ഞാനവിടെ ഞാൻ ചെന്ന് പറയും. പക്ഷേ കേട്ടല്ല അവനെ ഇവിടെ കെട്ടിയതും കൂടെ അറിയാം. ഇവിടെ കാറ്റേഴ്സും കൂടെ ആ അറിയാം. അവനവിടെ കണ്ട് വലിയ കോൺട്രാക്ടർ ആണ്ട് എന്നാ പറഞ്ഞു. അവനും എവിടെ ബസ് അത് കിട്ടില്ല. പക്ഷെ ഇവിടെ അടുത്താന്ന് എനിക്കറിയാം. പൂവത്തിങ്ങിലെ ആ നിങ്ങൾക്ക് പറ്റുമെങ്കിലുള്ള പിന്നെ എല്ലാ ചാനലുകളും നിങ്ങൾ എല്ലാ ചാനലുകളും കൂടെ പിന്നെ വാർത്ത ജീവിതം കൊടുക്കണം. ചാനൽ കൊടുക്കണം എൻ്റെ വാർത്ത. ഇതല്ല, ഇതിനും മേലെ ഇവരൊക്കെ വിളിക്കേണ്ടതാണ്. എന്നാലും ഇത് തെറിയൊക്കെ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യുന്നതിന് ഒരു പരിധി ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതിലും വലുതായിട്ടാണ് ഇവരൊക്കെ വിളിക്കാൻ അറിയാത്തതുകൊണ്ടല്ല. പിന്നെ ഈ പറയുന്ന പണമില്ലാത്ത കൊണ്ടാണോ പണം ചോദിച്ച് ഈ പറയുന്ന ജിസ്മോളെയൊക്കെ ഇത്ര ഉപദ്രവിച്ചെന്ന് ചോദിക്കണമെങ്കിൽ അങ്ങനെയല്ല. പണവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കുടുംബമാണ്. വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടി ഒരാളുടെ ജീവൻ എടുക്കുകയാണ് ഈ പറയുന്ന നായികൾ ചെയ്തത്. അവർക്ക് തക്കതായ ശിക്ഷ ലഭിച്ചാൽ മാത്രമേ ഇനി ഇതുപോലെ മറ്റൊരാൾ ഇല്ലാതിരിക്കുള്ളൂ. അതിന് നമ്മുടെ സർക്കാർ എന്താണ് ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യുക തന്നെ വേണം. അതിന് നമ്മളെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക തന്നെ വേണം. നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശക്തമായിട്ട് തന്നെ കമൻറ്റ് ബോക്സുകളിൽ രേഖപ്പെടുത്താൻ നോക്കാം. ഓക്കെ, ഈ വിഷയത്തെ തുടർന്നിട്ട് സംസാരിക്കുന്ന എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ നോക്കാം. അങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ വിഷയം ഒരുപാട് പേരുകളിലേക്ക് എത്തും. ഇത് അതേപോലെ തന്നെ സർക്കാരാവട്ടെ അല്ലെങ്കിൽ സന്നദ്ധ സ്ഥാപനങ്ങളാവട്ടെ അതെല്ലാം സംസാര വിഷയങ്ങളായി കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാവും. ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം എല്ലാവരും ഇത് കൃത്യമായിട്ട് തന്നെ ഏറ്റെടുക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി കാണാം. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അപ്ഡേഷൻ എന്താണെന്ന് അറിയില്ല. വരുന്നത് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ചുള്ള വിഷയങ്ങളിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ടെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.